ഇന്ന് കർക്കിടകം 1. രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പ്ലാൻഡായിരുന്നു. പക്ഷെ ഇങ്ങനൊരു യാത്ര ഒട്ടും പ്ലാൻഡായിരുന്നില്ല. യാത്ര പോകുന്നത് അമ്പലത്തിൽ തന്നെയാണ്, പക്ഷേ ഏറ്റവും സ്പെഷ്യലായ ഒരു അമ്പലത്തിലാണ് പോകുന്നത്. വടക്കുംനാഥൻ്റെ അമ്പലത്തിൽ, തൃശ്ശൂർ. അവിടെ നിന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് അവിടെ ആനയൂട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ പോകുന്നൊട്ടും പ്ലാൻഡായിരുന്നില്ല. എന്തോ ഇന്നങ്ങനെ പോകാൻ സാധിച്ചു. അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ എത്താറായപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടാ. രാവിലെ ഒന്നും കഴിക്കാഞ്ഞുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തൃശ്ശൂരെത്തി. ഈ ഒരു ലൊക്കേഷൻ വരുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം നമുക്ക് എപ്പോഴൊന്നും വരാൻ പറ്റില്ലല്ലോ ഈ അമ്പലത്തിലൊന്നും. ഞാനിവിടെ 2ാമത്തെ തവണയാണ് അമ്പലത്തിൽ വരുന്നത്. തൃശ്ശൂർ പൂരത്തിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് സെക്കൻഡ് ടൈമാണ്. നല്ല തിരക്കുണ്ടായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ പാർക്കിംഗ് ഏരിയയുടെ അടുത്തെത്തിയപ്പോൾ അത്ര തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ കാർ എടുക്കാൻ തന്നെ പാർക്കിംഗ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിന് വന്നത്, മഴയായിട്ടും. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു പാർക്കിങ്ങിനൊക്കെ. രണ്ട് മൂന്ന് തവണ ഇതിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. തൃശ്ശൂർ പൂരത്തിന് വന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അത്ര തിരക്കായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റിയില്ല നമുക്ക്. പക്ഷേ ഈ പ്രാവശ്യം കയറാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അത്യാവശ്യം തിരക്കും കുറവായിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ. നമ്മളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്നിട്ട് വേണം നടയിലേക്ക് എത്താൻ. അപ്പോഴേക്കും അവിടെ നിന്ന് സൗണ്ട്സൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓരോ ആനകളുടെ പേരൊക്കെ പറഞ്ഞിട്ട്. നല്ല മഴയായിട്ടും അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ പൂവൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മുല്ലപ്പൂവൊക്കെ. ഞാനങ്ങനെ അധികം പൂവൊന്നും വെക്കാത്തതുകൊണ്ട് വലിയ മൈൻഡ് ചെയ്തില്ല ഞാൻ. നമ്മളെത്തിയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. ആനയെല്ലാം ഉള്ളിലേക്ക് കയറുകയായിരുന്നു കേട്ടോ. ഓരോ ആനയുടെയും പേരും അവരുടെ പ്രത്യേകതകളും എല്ലാം ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അതിൽ കൂടെ. അങ്ങനെ ഓരോ ആനക്കും മാലയൊക്കെ ഇട്ട് ഓരോ ആനകളിങ്ങനെ ഉള്ളിലേക്ക് വരികയായിരുന്നു കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും. നമ്മളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ചേച്ചിമാർ വരെ ഓരോ ആനകളെ കണ്ടിട്ട് അവരുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉള്ളവരാണെന്ന് തോന്നുന്നുട്ടോ കൂടുതലും. എനിക്കിങ്ങനെ ആനയുടെ പേരൊന്നും അങ്ങനെ അദ്ദേഹം അറിയില്ല. എല്ലാ ആനയും ഒരേപോലെ ആയിട്ട് എനിക്ക് തോന്നിയേക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അറിയാനായിട്ട് എനിക്കങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല. ചേട്ടന് അത്യാവശ്യം അറിയാം കേട്ടോ. ഇങ്ങനെ ഓരോ ആനയുടെ ചെവിയൊക്കെ കാണുമ്പോൾ, ഹൈറ്റ് കാണുമ്പോഴൊക്കെ. എനിക്കങ്ങനെ അറിയില്ല. ഇഷ്ടമാണ് കാണാൻ. അത്യാവശ്യം ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആനങ്ങനെ നോക്കി വെക്കും. ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അടുത്തോട്ട് പോകാൻ നന്നായിട്ട് പേടിയാണ്. ഞാൻ ഇതുവരെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നോക്കിക്കേ, എന്ത് ഭംഗിയാണല്ലോ കാണാൻ. ഇങ്ങനെ ചെവിയൊക്കെ ആട്ടി ആ തലയൊക്കെ പൊക്കി പിടിച്ച് എന്ത് രസമാണല്ലോ കാണാൻ. ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ കാണാൻ. ആനയുടെ കൊമ്പ് കണ്ടോ, നല്ല വലിയ കൊമ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ആൾക്കാരും പേര് വിളിക്കുമ്പോൾ ക്യൂ ആയിട്ട് ഇങ്ങനെ പതിയെ പോകണ്ടായിരുന്നു. ചിലവരൊക്കെ നല്ല സ്പീഡായിട്ടാണ് പോയത്. ആനയുടെ സ്പീഡ് കൂടുമ്പോൾ നമുക്കാണ് പേടി. ഞങ്ങൾ കുറച്ച് മാറി ഫ്രണ്ടിലേക്ക് നിന്നിട്ടാ. അപ്പോൾ ഒരു ആന വന്നു. ഈ ആനയുടെ കൊമ്പ് കണ്ടോ നിങ്ങൾ? എത്ര വലുതാണെന്ന് നോക്കിയേ.
അതിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പോയപ്പോൾ നല്ല പേടിയായിട്ട് എനിക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ കൊമ്പുള്ള ആന കാണുന്നത്. പണ്ട് നമ്മുടെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആനിമൽ വേൾഡിലൊക്കെ വലിയ കൊമ്പുള്ള ആനയൊക്കെ. പക്ഷെ ഇത്ര വലിയ കൊമ്പുള്ള ആന ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഇത് ഈ ആനയാണ്, കണ്ടില്ലേ? ഈ ആന കുറേ നേരം അവിടെ നിന്നിട്ടോ, കുറേ നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ പോസിലൊക്കെ നിന്ന് കാണിച്ചു കൊടുത്തിട്ടാ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ആ വീഡിയോ എടുക്കുന്ന ചേട്ടൻ്റെ ഫ്രണ്ടിൽ നിൽക്കണുണ്ടോ, വാലൊക്കെ ആട്ടി ചെവിയൊക്കെ ആട്ടി ഇങ്ങനെ കുറേ നേരം നമ്മൾ നിന്നിട്ട് ഇങ്ങനെ നല്ല രസമുണ്ടായിട്ട് കാണാൻ. അപ്പോൾ അവൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ കുറച്ച് നേരം കൂടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും പോയത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ പൊട്ടൊക്കെ തൊട്ട് ഇവന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു എന്നോണം. കണ്ടോ പോസ് ചെയ്യണത്? അതിൻ്റെ ഇടയ്ക്ക് ഫുഡും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ. ഇവനായിരുന്നു കേട്ടോ ലാസ്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അത് കഴിഞ്ഞ് നമ്മളും ഉള്ളിലേക്ക് കയറാനുള്ള പ്ലാനിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ ഒരാളെ കണ്ടോ, ആരാ? ഗോകുൽ സുരേഷ്. പുള്ളി കാറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇട്ടായിരുന്നത്. ഇപ്പം ഇറങ്ങുമെന്ന് വെയിറ്റ് ചെയ്തു, പക്ഷേ ഇറങ്ങിയില്ല. പുള്ളി കാറും കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു പഞ്ഞിമിഠായി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങൂട്ടാ. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. അവിടെ ഗണപതി ഹോമമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല ക്യൂ ആയതുകൊണ്ട് നമ്മൾ പ്രസാദമൊന്നും വാങ്ങാൻ നിന്നില്ല. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആനയോട്ട് കാണാനായിട്ട് നിന്നിട്ടാ. അപ്പോഴേക്കും എല്ലാ ആനയും ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തിനാ? ഫുഡ് കഴിക്കാൻ. ആനയോട്ടിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഫസ്റ്റ് കണ്ട കൊമ്പനൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന പോലെയൊന്നും അല്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നപ്പോൾ എനിക്കധികം തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. ആനയൂട്ടിൻ്റെ സമയമായപ്പോൾ എല്ലാവരും അവിടെ വന്ന് നിന്നു. ഫസ്റ്റ് ഞാൻ നിന്നപ്പോൾ നല്ലൊരു സ്പേസ് കിട്ടി എനിക്ക് നിൽക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്പേസൊക്കെ പോയി. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാൻ നോക്കി പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ നിന്നിടത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയില്ല. നല്ല തിരക്കായി, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാ ആനയും റെഡിയാണ് ഫുഡ് കഴിക്കാൻ. ഞാൻ വിചാരിച്ചത് നമുക്കൊന്നും അങ്ങനെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല, അവിടെ ഉള്ളവർ മാത്രം കൊടുക്കുള്ളൂ എന്നാണ്. ഫുഡ് കൊടുക്കണമെങ്കിലും കാണാമല്ലോ. ഞാനിതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ആൾക്കാർ ഫുഡ് കൊടുക്കുന്നതാണ് കണ്ടത്. ഫുഡ് കണ്ടപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി കൊണ്ടുവരായിരുന്നു കേട്ടോ. കൈയല്ല, തുമ്പിക്കൈയും വായൊക്കെ തുറന്നിങ്ങനെ വരുമായിരുന്നു. കണ്ടില്ലേ? അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. നേരത്തെ ഇവർ പട്ടയൊക്കെ തിന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പട്ടയൊക്കെ തിന്ന് ലാസ്റ്റ് ആനവട്ടിൻ്റെ ടൈം ആകുമ്പോൾ ഇവർ ഫുഡ് കഴിക്കില്ല എന്നാണ്. പക്ഷേ എപ്പോഴത്തെ എല്ലാവരും വായൊക്കെ തുറന്ന് ചെവിയൊക്കെ ആട്ടി തുമ്പിക്കായൊക്കെ നീട്ടി ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു ഒരു പ്രത്യേക ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രൗഡൊക്കെ ഇങ്ങനെ തിക്കി വന്നിട്ടാ. അപ്പം എന്താണെന്ന് നോക്കിയപ്പോൾ ഈ ആനക്ക് എല്ലാവരും ഫുഡ് കൊടുക്കുന്നു. എല്ലാവരുടെ കയ്യിൽ പേരയ്ക്ക, പിന്നെ കരിമ്പ്, അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് മനസ്സിലായി നമുക്കും കൊടുക്കാമെന്ന് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മളിങ്ങനെ തിക്കി കൊണ്ടുവരികയായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പതിയെ പുറത്തോട്ട് പോന്നു. കാരണം നമ്മുടെ കയ്യിൽ ഫുഡില്ലല്ലോ, പിന്നെ നമ്മളവിടെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നീങ്ങിയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത്. ഫോട്ടോസൊന്നും എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, വീഡിയോസാണ് കൂടുതൽ എടുത്തത്. കാരണം ഇവരിങ്ങനെ കഴിക്കണതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമല്ലേ കാണുന്നത്, അതിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു കേട്ടോ ഞാൻ. എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ ക്രൗഡിൽ നിന്ന് മാറി വേറെ അപ്പുറത്തെ സൈഡിൽ പോയി. ഇവിടെ കുറേ ആനകളുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റായി നിന്നിരുന്നിടത്ത് ആകെ 4 പേരുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ആ നടുക്ക് നിൽക്കുന്ന ആനയില്ലേ, അവൻ ഇത്തിരി ഫേമസ് ആണ് തോന്നുന്നു. അവൻ്റെ
അടുത്താണ് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കൂടുതൽ. പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത്യാവശ്യം അവൻ ഇത്തിരി ഫേമസ് ആണെന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നീങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ, ആ ക്രൗഡിൻ്റെ ഇടയിൽ ഒരാളെ കണ്ടില്ലേ, ഒരു പച്ച ഷർട്ടുകാരൻ, നമ്മുടെ വിജയ് യേശുദാസാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ നമ്മുടെ തൃശ്ശൂർ അത്യാവശ്യം ഫേമസ് ആയ ഒരു യൂട്യൂബറും ഉണ്ട്, ശരത്തേട്ടൻ്റെ അമ്മയും. എനിക്ക് പുള്ളീനെ കണ്ടപ്പോൾ ഉണ്ടോ ത്രില്ലടിച്ചത്. കാരണം പുള്ളിയുടെ എല്ലാ സ്റ്റോറീസും ഞാൻ കാണാറുണ്ട് ഇൻസ്റ്റയിൽ ഇടുന്നത്. എനിക്ക് പുള്ളിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എല്ലാവരും വിജയ് യേശുദാസിൻ്റെ കൂടെ നിന്ന് കേട്ടോ സെൽഫി എടുത്തത്. കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. പക്ഷേ എനിക്ക് ഏറ്റവും ഹാപ്പി ആയത് ശരത്തേട്ടൻ്റെ അമ്മനെ കണ്ടപ്പോഴാണ് കേട്ടോ. പിന്നീട് ഒരിക്കലാവും ഞാനെൻ്റെ സ്റ്റോറിയൊക്കെ പുള്ളീനെ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആ സ്റ്റോറി എടുത്ത് പുള്ളിയുടെ സ്റ്റോറി ആക്കിയിട്ട് നമുക്ക് പിന്നെ സെൽഫി എടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ടാ. അപ്പം ഞാൻ ഹാപ്പി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ആനക്ക് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി, കാരണം നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നോക്കുമ്പോൾ കുറേ ബോക്സിൽ ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കണം. അപ്പം ഞാനൊരു പേരക്കെടുത്ത് കൈ പിടിച്ചു, എങ്ങനെ കൊടുക്കാൻ പറ്റിയാലോ. ആനയുടെ അടുത്ത് പോലും പോകാൻ പേടിയുള്ള ഞാനാണ് കേട്ടോ. പക്ഷേ കൊടുക്കാൻ പറ്റിയാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. പേരക്കയാണ് ഞാൻ കയ്യിലെടുത്ത് വെച്ചിരുന്നത്. അപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് ഒരു തുമ്പിക്കൈ നീട്ടി വന്നു. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ അതിന് കൊടുത്തിട്ടാണ്. അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ചേട്ടനും കൊടുത്തു. ചേട്ടൻ വായുടെ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ് കൊടുത്തത്. ആന തൊടുകയൊക്കെ ചെയ്തിട്ട് തുമ്പിക്കൈയിൽ. ഞാൻ തൊട്ടൊന്നുമില്ല. ഫുഡ് കൊടുത്തിട്ട് വേഗം മേടിച്ചിട്ട് അത് തിന്ന് ഞാനും വേഗം പോന്നിട്ടാണ്. കുറേ ആനയൊക്കെ പോയി തുടങ്ങി, കാരണം എല്ലാവരുടെയും വയറൊക്കെ ഫുള്ളായി. കുറേയൊക്കെ പോയി തുടങ്ങി. അപ്പം നമ്മളും പതിയെ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. അത്യാവശ്യം ക്രൗഡ് ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. പോലീസൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തത് എവിടെയെങ്കിലും പോകാൻ പ്ലാനുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ, ഭഗവാനെയൊക്കെ ഒന്ന് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ഞാൻ ചോദിക്കണ്ടായിരുന്നു എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമുക്ക് വഴി അങ്ങനെ പിടുത്തില്ലാഞ്ഞുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് നമുക്കൊരു അടിപൊളി പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു സൂൺ.